നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ് ചാരുജി മഹാരാജ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും പഠിക്കുന്നില്ല, ഉള്ളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അറിവ് ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ആ അറിവ് അവിടെ ഉണ്ട്. നമ്മുടെ അഹംബോധം ഡെവലപ്പ് ചെയ്യുമ്പോൾ, കുട്ടിക്കാലത്തു നിന്നും യൗവനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ സൃഷ്ടിയിലേക്ക് തിരിയുന്നു. നമുക്ക് ആ ഉള്ളിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോകും. എന്താണ് ഉള്ളിൽ എന്നുള്ള അറിവ്? സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. സ്നേഹം വിജയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, സ്നേഹമാണ് വിജയം. സത്യമേവ ജയതേ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ എവിടെ എഴുതി കാണാം, സത്യമേ ജയിക്കുള്ളൂ, നൃത്തം നുണയല്ല. സത്യമേവ ജയ, സത്യം ജയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അത്ഭുതം തോന്നും. ഇവിടെ അസത്യമാണല്ലോ ജയിക്കുന്നത്, ഇവിടെ സ്നേഹം എവിടെയാണ് വിജയിക്കുന്നത്? ഈ തരത്തിലുള്ള സംശയങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നിൽക്കുന്ന തലത്തു നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ. നമ്മൾ യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞരാണെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ആ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ, സ്നേഹത്തിലായി അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കാനുള്ള കോൺഫിഡൻസ് വരുമ്പോൾ, ധൈര്യം വരുമ്പോൾ അത് വന്നു ചേരും. അതാണ് സഹജമാർഗ സാധന നമുക്ക് നൽകുന്ന ആ കോൺഫിഡൻസ്. നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹത്തിന്റെ സ്രോതസ്സിനെ, അതായത് നമ്മൾ മാസ്റ്റർ എന്ന് പറയുന്നത്. ആ മാസ്റ്ററാണ് എപ്പോഴും വിജയിക്കുന്നത്. ഒരിക്കലും തോൽവി എന്നുള്ള പ്രശ്നം തന്നെ ഇല്ല. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ലാലാജി മഹാരാജ് പറയുന്നത് ഒരിക്കലും തെറ്റിട്ടാണ്. കാരണം വരുന്നത് ആ ഫൗണ്ടൻ എന്നാണ്, ആ സോഴ്സ് എന്നാണ് വരുന്നത്. അപ്പൊ ആ സ്നേഹമാണ് എപ്പോഴും ഉള്ളത്, വേറെ ഒന്നുമില്ല. അപ്പൊ വിജയിക്കാൻ പ്രശ്നമില്ല. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു വിജയിക്കുന്നു. മഹാത്മാഗാന്ധിജി പറഞ്ഞ അഹിംസ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രീഡാണെന്ന് പറഞ്ഞു.
അഹിംസയിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ആ തരത്തിലുള്ളൊരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ശരിക്കും ശാസ്ത്രജ്ഞരാണെങ്കിൽ ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടില്ല എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നന്മ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ആ പ്രത്യാശ ഇവിടെ പലതും നമുക്ക് തോന്നുന്നത് എൻ്റെ പ്രശ്നമാണ്, വേറെ ആരെയും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പല വൈവിധ്യമാർന്ന തോട്ട്സ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ട് നമ്മൾ അവിടെ കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം. അതിന്റെ സ്രോതസ് എപ്പോഴും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ എഡ്യൂക്കേഷൻ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കുക. ഞാൻ ഏത് പ്രൊഫഷനാണ് ചെയ്യുന്നതെങ്കിലും സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ അറിയുന്നില്ല ആ മാറ്റം. അതാണ് ഹാർട്ട്ഫുൾനെസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അത്ഭുതം. ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്ഭുതം. അറിയില്ല നമ്മൾ എന്താ അങ്ങനെ ആയി പോയത്. ഇപ്പോൾ മിസ്റ്റേക്സ് കാണുമ്പോൾ ഈ അടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായി, വലിയ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം. മിസ്റ്റേക്ക് സംഭവിച്ച സമയത്ത് സോറി പറയുക, കറക്റ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളൊക്കെ അങ്ങനെയല്ലേ വളർന്നിട്ട്. നമ്മൾ ഒരിക്കലും തുടക്കത്തിൽ തന്നെ എല്ലാം ശരിയായിട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ്, ഫോർഗീവ് ചെയ്യാനുള്ള കഴിവ്, സ്ട്രെസ് ഇല്ലാത്തൊരു അവസ്ഥ, ഇതൊക്കെ ഇങ്ങനെ കൂടി വരുന്ന കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരിക്കും സത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ഒരു കാര്യമില്ല, ഉള്ളിൽ നിന്ന് അനുഭവിക്കുന്നതാണ്. അപ്പൊ പലരും ഉണ്ട് പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കും. ഈശ്വര ദർശനം ഉള്ള ഒരു അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാവും. പല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കും, മുൻകൂട്ടി തന്നെ മനസ്സിലാവും അത് വരാൻ പോവുകയാണ് എന്നുള്ളത്. അത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അറിയുന്നതിൽ എന്താ കാര്യമുള്ളത്? അത് മാറ്റി വെക്കാതില്ലേ, മാറ്റായിരുന്നില്ലേ? ഒരു കാര്യം അപകടം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള കഴിവാണ്. അതാണ് യഥാർത്ഥ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പൊ സഹജമാർഗം ഇത് ഡെവലപ്പ് ചെയ്തു. നമുക്ക് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന സംഭവങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ ഏത് തരത്തിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഡാമേജിങ് ആയി തോന്നാം, പക്ഷെ കണക്റ്റഡ് ആയിരിക്കും. ഡോണ്ട് വറി, ഇറ്റ് വിൽ പാസ്. അത് നമുക്ക് മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന കുറച്ചു കാലം ചിലപ്പോൾ വിഷമം, പക്ഷെ അത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് ശുദ്ധീകരിക്കൂ, കൂടുതൽ ഉയർന്ന തലത്തെ കാര്യങ്ങൾ കാണും. അപ്പോൾ അത് ഒരു പ്രശ്നമല്ലാതായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ പോവാണ്, വളരെ വലിയ ടെൻഷനാണ്. എനിക്കത് ചെയ്യാൻ പറ്റുമോ അറിയില്ല. നീ ധൈര്യമായിട്ട് പോയി ചെയ്യ്. അത് കഴിയുമ്പോൾ പറയും ഞാൻ ജയിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റി. എങ്ങനെയാ പറ്റിയത്? കുട്ടി അതൊന്ന് ട്രാൻസ്ജെൻഡ് ചെയ്ത് വളർന്നു, അതിനുള്ള കോൺഫിഡൻസ് വരും. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചെയ്യാൻ കോൺഫിഡൻസ് ആയി. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നു, പല ദശകളും വരാം. അതൊന്നും നമുക്കൊരു ഇഷ്യൂ അല്ല. നമ്മൾ അതിനെ ട്രാൻസെൻഡ് ചെയ്യാനുള്ള കഴിവിലേക്ക് വളരുന്നു എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാവും. മുമ്പേ ഉണ്ടായിരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നം തന്നെയല്ലേ ആയിട്ട് മാറും. അപ്പൊ ഈ തരത്തിൽ മുൻകൂട്ടി പ്രവചിക്കുന്നത് എന്തായാലും കാര്യമുള്ളത്, അത് ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ വ്യക്തമായിട്ട് ആ ഒരു ഇഷ്യൂ അല്ല കാണേണ്ടത്. അതുണ്ടാവാൻ പോകുന്നത് ഏതോ സ്വാർത്ഥ സങ്കല്പങ്ങൾ, സ്വാർത്ഥ പ്രശ്നങ്ങളാണ്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, കണക്ട് ചെയ്യുക ഉള്ളിലേക്ക്. ആ പ്രശ്നം കടന്നു പോകും. അപ്പൊ ഒരാൾക്ക് അത് പറ്റുമെങ്കിൽ എല്ലാവരും അത് ചെയ്യുകയാണെങ്കിലും. ഐസക് ആസിമോവിന്റെ ഫൗണ്ടേഷൻ എന്നുള്ള സീരീസിലുണ്ട് 10,000 കൊല്ലത്തെ പ്രശ്നം 1000 കൊല്ലമാക്കി കുറയ്ക്കാം എന്ന് ഹാരി ഷെൽഡൻ എന്നുള്ള ശാസ്ത്രജ്ഞൻ പറയുന്നു. സഹജമാർഗം പറയുന്നത് 1000 കൊല്ലം എന്നല്ല, ആ പ്രശ്നമേ ഇല്ല എന്നുള്ളതെത്തി മാറ്റാൻ പറ്റും. 30,000 അല്ല, ഈ ജന്മജന്മാന്തരം വരാൻ പോകുന്ന ഇഷ്യൂസ്, അതിന്റെ കാരണം നിങ്ങളുടെ ഉള്ളിലാണ്. അതെല്ലാം നിങ്ങൾ ശുദ്ധീകരണത്തിലൂടെ മാറ്റി സെൻട്രലേക്ക്, സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്ത ഒരു പ്രശ്നവും, ദർ ആർ നോ പ്രോബ്ലംസ്, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലംസ്. നിങ്ങൾ കാണുന്നതാണ് അത് പ്രോബ്ലമായി മാറും. നിങ്ങൾ അതിനെ അതിജീവിച്ച് അതിന്റെ ഹയർ ലെവലിൽ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്നേഹം മാത്രം. അപ്പൊ ഈ തരത്തിൽ സ്നേഹം മാത്രം ദർശിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിജി അവസാന കാലത്ത് ഞാൻ ഇരുട്ടത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് ആ ഇന്നർ വോയിസ് ശ്രവിക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു ലോങ്ങിങ് ആണ് ഇത് കണ്ടത്, നമ്മുടെ ഉള്ളിലുള്ള ലോങ്ങിങ്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, എന്റെ ഈ പാനപാത്രം തിരിച്ചെടുക്കണമേ, എന്തിനീ പരീക്ഷണം. പിന്നെ തന്നെ അപ്പൊ തന്നെ പറഞ്ഞു, അങ്ങയുടെ വിശ്വാസം രക്ഷിക്കട്ടെ. അപ്പൊ മൊമെന്റ്സിൽ നമുക്ക് വരാം, കൺഫ്യൂഷൻ വരാം, പക്ഷെ അചഞ്ചലമായിട്ടുള്ള ആ ഒരു ശ്രദ്ധയുണ്ട്. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധ അതൊന്നും നിലനിൽക്കില്ല. അത് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സ്നേഹത്തിൽ തന്നെ വരാൻ സാധിക്കുന്നു. പുറമെ ഏതൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവണമെങ്കിലും നമ്മൾ പ്രതികരിക്കുന്നത്, തിരിച്ചു കൊടുക്കുന്നത് അവിടെ സ്നേഹമായിരിക്കും.
ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കേണ്ടത്. നമ്മൾക്ക് നമ്മുടെ ചരിത്രം തന്നെ, ഇന്ത്യയുടെ ചരിത്രം തന്നെ, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ പല ലെവൽസിലുള്ള പെർഫോമൻസസ്, പല ലെവലിൽ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ളത്. ആ കാലത്ത് മഹാത്മാഗാന്ധിജിയെ പോലെ ഒരു വ്യക്തി പറഞ്ഞത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ ആവുമായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ശരിക്കുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്നേഹത്തിനെ എക്സ്പ്രസ് ചെയ്യുക, അത് അചഞ്ചലമായിട്ട് ധൈര്യസമേതം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക എന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.